മക്കളെ, അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ് സാറേ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമിന് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമിന് C++ൻ്റെ പ്രോഗ്രാം എഴുതാൻ ചോദിക്കുമോ? യെസ്, ഒരുപാട് ആളുകൾക്കുള്ള ഡൗട്ടാണ്. ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യാറുണ്ട്, വീഡിയോൻ്റെ താഴെയായിട്ടും ലൈവിലും ഒക്കെ ആയിട്ട് വന്ന് ചോദിക്കാറുണ്ട്, സാറേ പ്രോഗ്രാം പേടിയാവുന്നു, പ്രോഗ്രാം എഴുതാൻ ചോദിക്കുമോ എന്നുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു ആശങ്കയാണ് ശരിക്കും പറഞ്ഞാൽ ഈ C++ പ്രോഗ്രാം ചോദിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആൻസർ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈവ് നമ്മളെ എജുപോഡ് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ആൻഡ് ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ എക്സാമിന് C++ പ്രോഗ്രാം എഴുതാൻ ചോദിക്കുമോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം അല്ലേ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താ പറയുക, അതായത് ഇപ്പോൾ ഉള്ള റീസെൻറ്റ് ട്രെൻഡ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അടുത്തടുത്തായിട്ട് നടന്നിട്ടുള്ള എക്സാംസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാറില്ല, ഭയങ്കരമായിട്ടുള്ള C++ൻ്റെ പ്രോഗ്രാമുകളൊന്നും എഴുതാൻ ചോദിക്കാറില്ല. പലപ്പോഴും C++ പ്രോഗ്രാം എഴുതാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ C++ പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ. അതായത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയാണ് 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്ന C++ പ്രോഗ്രാമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമിലുള്ള മിസ്റ്റേക്സ്, അതായത് ഈ പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഇതാണ് പ്രോഗ്രാമിംഗ് സൈഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, പ്രോഗ്രാമിലുള്ള എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് 2025 തന്നെ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. കണ്ടോ, ഒരു വൈൽ ലൂപ്പ് തന്നിട്ട് നമ്മളോട് പറയാണ് ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്, ഇതിന് 1000 നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു കോഡ് ഓൾറെഡി തന്നിട്ട് ഇവരത് മോഡിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ നമുക്ക് തന്നത് വൈൽ ലൂപ്പാണ്. ഈ വൈൽ ലൂപ്പിനെ ഇവർ പറയുന്നത് എന്താക്കി മാറ്റാനാ, ഫോർ ലൂപ്പാക്കി മാറ്റാനാണ്. അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇതാണ്, ഒരു പർട്ടിക്കുലർ കോഡ് തന്നിട്ട് അതിലൊന്നുകിൽ എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇനി എല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ എഴുതാൻ പറയാം. ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. ആൻഡ് വേറൊരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, ഇവർ ഇവിടെ തന്നിട്ടുള്ളത്, ഈ കോഡിൽ ഇവർ തന്നിട്ടുള്ളത് ഇത് തന്നെ, ഇത് കംപ്ലീറ്റ് പ്രോഗ്രാം ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു കോഡാണ്. ആ കോഡിൽ ഇവർ പറയുന്നത് റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് സ്വിച്ച് കേസ് എന്നാണ്. സ്വിച്ച് കേസ്, റീറൈറ്റ് ദ ഫോളോയിങ് കോഡ് യൂസിങ് സ്വിച്ച് കേസ്. അതായത് ഈ ഒരു കോഡ് ഇവർ തന്നിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, അല്ല ഈ കോഡിൽ എൽസീഫ് ലാഡർ ആണ്. ഈ എൽസീഫ് ലാഡറിനെ എന്താക്കി മാറ്റാനാണ് അവർ പറയുന്നത്, സ്വിച്ച് ആക്കി മാറ്റാൻ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, അതിനെങ്ങനെയാണോ സ്വിച്ച് ആക്കി കൺവേർട്ട് ചെയ്യുക, ഈ രീതിയിൽ എഴുതണം. അപ്പോൾ ഈ രീതിയിലാണ് റീസെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഫുൾ പ്രോഗ്രാം എഴുതാൻ എന്ത് ചെയ്യാറില്ല, ഇപ്പം റീസെൻ്റ് ആയിട്ട് പ്രോഗ്രാം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സാർ അഥവാ ഇൻ കേസ് ഇത് ചോദിച്ചാലോ, കാരണം നിങ്ങൾ പണ്ട് ഉള്ള അല്ലെങ്കിൽ ഒരു 5-6 വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രോഗ്രാം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേ ബി ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം പല എക്സാമുകളും അല്ല എന്ത് ചെയ്യാറുണ്ട്, മോഡൽ എക്സാം ഒക്കെ ഈസി ആയിട്ടും ഫൈനൽ എക്സാം ടഫൊക്കെ ആവുന്ന ഒരുപാട് എക്സാംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരുപക്ഷെ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടഫ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു 1-2 പ്രോഗ്രാംസ് ഒക്കെ ഇടാം എന്ന് കരുതി വിചാരിക്കും. ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ 1-2 പ്രോഗ്രാംസ് ഇടാമെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ അവരിടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാ, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രോഗ്രാം ചോദിക്കുമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നോക്കിക്കോ, പ്രോഗ്രാം നിങ്ങളോട് അഥവാ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ 2 നമ്പേഴ്സിൻ്റെ സമ്മ് മാത്രമല്ല, ചിലപ്പോൾ 3 നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 നമ്പേഴ്സിൻ്റെ ആവാം സമ്മും ആവറേജും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഡാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 നമ്പേഴ്സിൽ തന്നിട്ട് ആ 2 നമ്പേഴ്സിൽ ലാർജസ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ്, അതായത് ഈ പറയുന്ന ബേസിക് പ്രോഗ്രാംസ് ഒക്കെ അഥവാ നിങ്ങളോട് ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ചോദിക്കുള്ളൂ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ടെൻഷൻ ഈ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ എഴുതുന്നതാണോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ അതും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളോട് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള പ്രോഗ്രാമാണ് അഥവാ എഴുതാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ നോക്കിയോ, ഒന്നുമില്ല, ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എഴുതുക, യൂസിങ് നെയിം സ്പേസ് STD, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇൻഡ് മെയിനിൻ്റെ ഉള്ളിൽ അല്ലേ 2 നമ്പേഴ്സിൻ്റെ സമ്മല്ലേ കാണണ്ടേ? ഇപ്പോൾ 2 വേരിയബിൾസ് ഉണ്ടാക്കുക, എയും ബിയും. 2 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനാണ് എയും ബിയും. എന്നിട്ട് സമ്മ് സ്റ്റോർ ചെയ്യാൻ സമ്മ് എന്ന് പറയുന്ന വേരിയബിൾ. എന്നിട്ട് എന്താണ് സി ഔട്ടിൽ പറയാണ് എൻ്റർ 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ അത് എയിലും ബിയിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി സീൻ എ കഴിഞ്ഞിട്ട് പിന്നെ ബി എന്ന് കൊടുത്തു. ആൻഡ് അതിനുശേഷം നമുക്ക് എന്ത് കാണണം? സമ്മ് കാണണം. അപ്പോൾ സമ്മ് എങ്ങനെ കാണുക? സം ഈക്വൾ ടു A+B. അതിനുശേഷം നമ്മൾ സമ്മ് കിട്ടിയല്ലോ, അപ്പോൾ സം ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് സം എന്ന് പറയുന്ന വാരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുക. ലാസ്റ്റ് റിട്ടേൺ 0. മക്കളെ, ഈ രീതിയിലാണ് 2 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, 3 നമ്പേഴ്സിൻ്റെ സമ്മ് മാത്രമല്ല ആവറേജ്. ഇത് നന്നായിട്ട് നോക്കി വെക്കുക ഈ ക്വസ്റ്റ്യൻ. കാരണം എന്താ അറിയോ, ഈ ക്വസ്റ്റ്യൻ ഇവർ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, കോഡ് തന്നിട്ട് അതിലെ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. 3 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാൻ, 3 നമ്പേഴ്സിൻ്റെ സമ്മും ആവറേജും കാണാൻ ഇവിടെ കോഡിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഈ കോഡ് നമുക്ക് നല്ല രീതിയിൽ അറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മിസ്റ്റേക്കുകൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് അതിൽ നമ്മളിപ്പോൾ ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസും മെയിനും ഒക്കെ എഴുതിയതിന് ശേഷം അല്ലേ 3 നമ്പേഴ്സിൻ്റെ സമ്മും ആവറേജും അല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 3 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ABC 3 വേരിയബിൾസ് ഉണ്ടാക്കി. അതെല്ലാം ഞാൻ ഫ്ലോട്ടായിട്ട് എടുക്കുന്നത്, കാരണം പോയിന്റ് ഒക്കെ വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഫ്ലോട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം സമ്മ് സ്റ്റോർ ചെയ്യാൻ സം എന്ന് പറയുന്ന വേരിയബിൾ, ആവറേജ് സ്റ്റോർ ചെയ്യാൻ AVG എന്ന് പറയുന്ന വേരിയബിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 നമ്പേഴ്സ് ചോദിച്ച് വാങ്ങണ്ടേ? അപ്പോൾ എന്താണ് എൻ്റർ 3 നമ്പേഴ്സ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ 3 നമ്പേഴ്സ് എൻ്റർ ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അത് റീഡ് ചെയ്യാൻ വേണ്ടി സീൻ ABC എന്ന് എഴുതി. ശ്രദ്ധിക്കേണ്ടത്, ഇവർ പലപ്പോഴും എററൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അറിയോ? സി ഇന്നിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ സി ഇന്നിൻ്റെ നെഞ്ചത്തേക്കാണ് വരേണ്ടത്. കണ്ട, സി ഇന്നിലേക്കാണ് വായി തുറക്കേണ്ടത്. എന്നാൽ ചിലപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ തന്നിട്ട് ചോദിക്കും, സീനിൻ്റെ കൂടെ ഈ ഓപ്പറേറ്റർ ഇങ്ങനെ തന്നിട്ട് ചോദിക്കും അല്ലേ. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്ക്, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ? സീനിൻ്റെ ഓപ്പറേറ്റർ ഇവിടെ നേരെ തിരിച്ചിട്ട് തന്നു അല്ലേ, എന്നിട്ട് നമ്മളോട് എറർ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഇവിടുന്ന് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പ്രോഗ്രാം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കി വെച്ചാൽ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. മക്കളെ, സമ്മ് കാണുക, അതിനുശേഷം A+B+C വെച്ചിട്ട് ആൻഡ് ആവറേജ് കാണുക. ആവറേജ് AVGയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയാണ് സമ്മ് ആവറേജ് എങ്ങനെയാണ് കാണുന്നത്? സം ബൈ 3. അതുപോലെ തന്നെ അല്ലേ ആവറേജും സമ്മും കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുക? സി ഔട്ട് ദ സം ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക? സമ്മിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. കാരണം സം എന്ന് പറയുന്ന വാരിയബിളിലായിരിക്കും A+B+C കൂട്ടിയിട്ട് സമ്മിലല്ലേ ഇടുന്നത്. അപ്പോൾ ദ സം ഈക്വൾ ടു എന്ന് പറഞ്ഞ് സമ്മിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും ആവറേജ് ഡിസ്പ്ലേ ചെയ്യണ്ടേ? അപ്പോൾ അത് ആവറേജ് ഈക്വൾ ടു എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോഡ്സിൽ കൊടുത്താൽ അതേപോലെ വരും, ദ ആവറേജ് ഈക്വൾ ടു എന്ന് അതേപോലെ വരും. എന്നിട്ട് എന്തിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും? AVGൻ്റെ വാല്യൂ. AVGയിലായിരിക്കും എന്തുണ്ടാവുക? ആവറേജ് ഉണ്ടാവുക അല്ലേ. ഇവിടുന്ന് AVGയിലല്ലേ സം ബൈ 3 വെച്ചിട്ട് ആവറേജ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തും കിട്ടും? ആവറേജും കിട്ടും. ഈ പ്രോഗ്രാം നന്നായിട്ട് നോക്കി വെക്കുക. ചിലപ്പോൾ ഈ പ്രോഗ്രാം തന്നിട്ട് അതിലുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യാനായിരിക്കും നിങ്ങളെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് മറ്റൊരു ചോദ്യം എന്താണെന്നറിയോ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. എടാ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു ലെങ്ത് L ഉണ്ടാവും, ബ്രെഡ്ത്ത് B ഉണ്ടാവും. ഓക്കെ, എടാ ഇത് രണ്ടും കിട്ടിയ ഏരിയ കാണൽ എളുപ്പമല്ലേ? ഏരിയ കാണാൻ എങ്ങനെയാ? റെക്റ്റാങ്കിളിന് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ എങ്ങനെയാണ് കാണുക? L×B. വെരി സിമ്പിൾ. ആ ഒരു ഇക്വേഷൻ വെച്ചൊരു പ്രോഗ്രാം അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാ? ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസ് ഒക്കെ എഴുതിയതിന് ശേഷം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അല്ലേ കാണേണ്ടത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സ്റ്റോർ ചെയ്യാൻ 2 വേരിയബിൾസ് എടുത്തു, L-ഉം B-യും. ഏരിയ സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ എടുത്തു, AR അല്ലേ. എന്നിട്ട് ഏരിയ ഒക്കെ കാണണമെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻപുട്ടായിട്ട് കിട്ടണ്ടേ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഒന്ന് ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എൻ്റർ ചെയ്യൂലേ? യെസ്, ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടി അത് എങ്ങോട്ട് ചെയ്തു? C/LB എന്ന് എഴുതി. C/LB എന്ന് എഴുതിയാൽ എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് കാണുമ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്യും. ആ എൻ്റർ ചെയ്യുന്ന സാധനം എങ്ങോട്ട് സ്റ്റോർ ചെയ്യാണ്? L-ലും B-ലും സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന L-ലും B-ലും ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ട്. അങ്ങനെയാണ് ഏരിയ കണ്ടൂടെ? എങ്ങനെ ഏരിയ കാണുക? AR ഈസ് ഈക്വൽ ടു ARലാണ് ഏരിയ സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഏരിയ കാണുക? L×B. L-ഉം B-യും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ ഡിസ്പ്ലേ ചെയ്യുക. ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് ഏരിയ ഡിസ്പ്ലേ ചെയ്യുക. ഏരിയ എവിടെയാണ് ഉള്ളത്? ARലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്? ARൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ അതിനുശേഷം റിട്ടേൺ 0. ഇങ്ങനെയായിരിക്കും റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുക. ചിലപ്പോൾ ഇതിൽ ഇവരൊരു സാധനം കൂടെ കയറ്റി തരും. അതായത് ചിലപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ പെരിമീറ്ററും കാണാൻ പറയും. അപ്പോൾ ഒന്നുമില്ല, ഒരു ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്താൽ മതി. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2 × L+B ആണ്. 2 times L+B ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് പെരിമീറ്ററും കൂടെ കാണുക, അതുകൊണ്ട് ഡിസ്പ്ലേ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് എന്തില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. വേറൊരു ക്വസ്റ്റ്യൻ എന്താ? വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് ആക്ച്വലി ഞാൻ ഇതിവിടെ ഇടാൻ കാരണം നമ്മളെ ഇപ്രാവശ്യത്തെ +1 കമ്പ്യൂട്ടർ സയൻസുകാരുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് രണ്ട് നമ്പേഴ്സിൽ ഒരു നമ്പർ ഓടാണോ ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓട് ഔട്ട്പുട്ട് വരണം. 5 എന്ന് പറഞ്ഞാൽ ഓടാണ്, അപ്പോൾ ഓടുന്ന ഔട്ട്പുട്ട് വരണം. ഇനിയിപ്പോൾ 10 ആണെങ്കിൽ 10 ഈവൺ ആണല്ലോ, ഇരട്ടയാണല്ലോ, അപ്പോൾ എന്ത് വരണം? ഈവൺ എന്ന് ഔട്ട്പുട്ട് വരണം. അപ്പോൾ ഓടാണോ ഈവൺ ആണോ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക? യെസ്, ഹിൻഡ് മെയിൻ്റെ ഉള്ളിൽ നമുക്ക് ഓടാണോ ഈവൺ ആണോ എന്ന് ഒരു നമ്പറിനെ ചെക്ക് ചെയ്യണം. അപ്പോൾ ആ നമ്പർ സ്റ്റോർ ചെയ്യാൻ ഒരു വാരിയബിൾ ഉണ്ടാക്കുകയാണ്. ആ വാരിയബിളിൻ്റെ പേരാണ് നം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ നമ്പർ ചോദിച്ച് വാങ്ങണ്ടേ? എൻ്റർ എനി നമ്പർ. ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്യും നമുക്കറിയാം. അതെങ്ങോട്ട് സ്റ്റോർ ചെയ്യും? നമ്പറിൽ. ആ നമ്പർ എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? നം എന്ന് പറയുന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യും. അതിനാണ് C നം എന്ന് എഴുതിയത്. എന്നിട്ട് ഒരു നമ്പർ ഓടാണോ ഈവൺ ആണോ എന്ന് നമുക്കറിയണം. ഒരു നമ്പർ ഓടാണോ ഈവൺ ആണോ നമുക്കറിയണം. എങ്ങനെ നമ്മൾ അറിയുക? ഒരു നമ്പർ ഓടാണെങ്കിൽ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? അതായത് ഞാൻ ഇതാ നോക്കുന്നത്, നമ്പർ ഉള്ളത് നമ്മിലാണ്. നം എന്ന് പറയുന്ന വാരിയബിൾ ആയിരിക്കും നമ്പർ ഉണ്ടാവുക. ആ നമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് റിമൈൻഡർ എടുക്കും. അതാണ് %2 എന്ന് പറഞ്ഞാൽ. നം %2 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കും. ആ റിമൈൻഡർ =0 ആണെങ്കിൽ അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണ്ണും പൂട്ടിയിട്ട് പറയാം നമ്പർ എന്താണ്? ഈവൺ ആണ്. ഒരു സംശയമില്ല അല്ലേ? ഇനി ഈവൺ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ 0 അല്ലെങ്കിൽ ഉറപ്പായിട്ട് റിമൈൻഡർ 1 ആയിരിക്കും അല്ലേ? അപ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്പർ ഈസ് ഓഡ് എന്ന് പറയും. ഒന്നുമില്ല, നമ്മളെ നമ്പർ നമ്മിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ നമ്പറിനെ എന്ത് ചെയ്യും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, റിമൈൻഡർ നോക്കും. റിമൈൻഡർ 0 ആണെങ്കിൽ ഈവൺ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഓഡ് എന്ന് പറയും. വെരി സിമ്പിൾ ആണ്. ഈ രീതിയിലാണ് ഓടാണോ ഈവൺ ആണോ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം എഴുതുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതായത് അഥവാ പ്രോഗ്രാം ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം ഇപ്പോൾ എന്താ പറയുക, ഒരുപക്ഷെ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച പോലെ തന്നെ മോഡൽ എക്സാമിന് പ്രോഗ്രാം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ആവണമെന്നില്ല. ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അങ്ങനെയാണെന്ന് നോക്കിക്കോളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലാർജസ്റ്റ് എമൗങ് 2 നമ്പേഴ്സ്. എടാ 2 നമ്പേഴ്സ് ഞാനിവിടെ ചെയ്താൽ, ഒന്ന് 5, ഒന്ന് മേ ബി 6. ഇതിലേതാ വലുത്? 6 അല്ലേ? ആണ്. ഓക്കെ, അങ്ങനെയാണ്. വേറെ നമ്പർ 10, വേറെ നമ്പർ 3. ഇതിലേതാ വലുത്? 10. അപ്പോൾ 2 നമ്പേഴ്സിൽ ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കണം, ഏതാണ് ലാർജ് എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള പ്രോഗ്രാം എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ അങ്ങ് തിരിച്ചളയും, വേറെ രീതിയിലാക്കും. അതായത് 2 ആൾക്കാരുടെ ഹൈറ്റിൽ ആർക്കാണ് ഹൈറ്റ് കൂടുതൽ, അല്ലെങ്കിൽ 2 സ്റ്റുഡൻസിൽ ആരാണ് ടോളർ, ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇതൊക്കെ സെയിം ലോജിക്ക് തന്നെയല്ലേ? 2 എണ്ണത്തിൽ വലുതല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? മെയിൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ പറയാം. 2 ആൾക്കാർ അല്ലെങ്കിൽ 2 വാരിയബിൾസ് അല്ലെങ്കിൽ 2 വാല്യൂസ്, അതിൽ വലുതല്ലേ കാണണ്ടേ? അപ്പോൾ 2 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ 2 വാരിയബിൾസ് എയും ബിയും. ഓക്കെ അല്ലേ? ആൻഡ് അതിനുശേഷം നമ്മൾ പറയാണ് എൻ്റർ 2 നമ്പേഴ്സ്. നിങ്ങൾ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യും, എന്നാലല്ലേ നമുക്ക് അതിൽ ഏതാ വലുതെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ അത് കാണുമ്പോൾ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ അത് എയിലും ബിയിലും സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഒന്നുമില്ല, എ ആണോ ബി ആണോ എന്ന് അറിയാൻ വേണ്ടി ഒറ്റ കാര്യം നോക്കിയാൽ മതി. എ ആണോ ബി ആണോ വലുതെന്ന് അറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. എടാ ഈ കണ്ടീഷൻ ഒന്ന് നോക്കിയാൽ പോരെ. ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമുക്ക് പറയാം എ ആയിരിക്കും വലുത്, അല്ലെങ്കിലോ ബി ആയിരിക്കും വലുത്. അപ്പോൾ ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എൻ്റെ വാല്യൂ കൊടുക്കും, എന്നിട്ട് പറയും ഈസ് ലാർജസ്റ്റ്, എ ആണ് വലുത് അല്ലേ? ഇനി അല്ലാന്നുണ്ടെങ്കിലോ ഈ കണ്ടീഷൻ തെറ്റാന്ന് വിചാരിക്കും, തെറ്റാണെങ്കിൽ ബി ആയിരിക്കും വലുത്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബി എന്ന് പറഞ്ഞിട്ട് ആണ് ലാർജസ്റ്റ് എന്ന് പറയും. ബി എന്ന് പറഞ്ഞിട്ടല്ല, ബീൻ്റെ വാല്യൂ ആണ് ഇവിടെ ആക്ച്വലി വരിക. ബി ആണ് ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇനി ലാസ്റ്റ് റിട്ടേൺ 0. മക്കളെ ഇത്രയും പ്രോഗ്രാംസ് മാത്രമാണ് അഥവാ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്? പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ടെൻഷൻ അടിച്ചിരിക്കരുത് അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ചങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് നാളെ ഏത് പ്രോഗ്രാമാണ് ചോദിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാം ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, കാരണം പലപ്പോഴും കാണുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരുപാട് ആളുകൾ ഈ പ്രോഗ്രാമിനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്മാർട്ടായിട്ട് ആലോചിക്കുക, എന്താണ് നാളത്തെ എക്സാമിന് ആവശ്യമുള്ളത് അത് പഠിക്കുക എന്നുള്ളതാണ്. വെറുതെ കണ്ട പ്രോഗ്രാംസ് ഒക്കെ എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂസും ഉണ്ടാവില്ല. പ്രോഗ്രാമൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്, +2 ഒക്കെ വരുന്നുണ്ടല്ലോ. +2 ലാബ് എക്സാം ഉണ്ട് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുക, ചെയ്ത് നോക്കണേ, ചെയ്ത് പഠിക്കുക, എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. ആ സമയത്ത് നമുക്ക് അത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് തിയറീനെയാണ്. പ്രോഗ്രാം എന്ത് ചെയ്യരുത്?
വിചാരിക്കരുത് പ്രോഗ്രാമുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. പ്രോഗ്രാമിൽ വരുന്ന പല കൺസെപ്റ്റുകളാണ് എക്സാമിന് എന്ത് ചെയ്യാറുള്ളത്, ആവശ്യം വരാറുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ആൻഡ് അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എജുപോർട്ടിൻ്റെ ലൈവിൽ വന്നാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ആ ലൈവിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.